എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്രീസിലെത്തിയ ബാറ്റർമാരെല്ലാം താണ്ഡവമാടിയപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സീസണിലെ തുടർച്ചയായ 3ാം വിജയം. കഴിഞ്ഞ ദിവസം നടന്ന എവേ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ 106 റൺസിൻ്റെ ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത KKR 20 ഓവറിൽ 272 റൺസായിരുന്നു 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്. IPL ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടലായിരുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്ത കുറിച്ചത്. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് 17.2 ഓവറിൽ 166 റൺസിന് ഓൾ ഔട്ട് ആകാനായിരുന്നു വിധി. 106 റൺസിൻ്റെ ഒരു വമ്പൻ വിജയത്തോടു കൂടി തന്നെ പോയിൻറ്റ്സ് ടേബിളിൽ മികച്ച നെറ്റ് റൺ റേറ്റുമായി അപരാജിത കുതിപ്പ് തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിൻറ്റ്സ് ടേബിളിലെ 1ാം സ്ഥാനത്തേക്ക് രാജസ്ഥാൻ റോയൽസിന് പിന്തള്ളി എത്തിയിട്ടുണ്ട്. സീസണിലെ 2ാം പരാജയമാണ് ഡൽഹി കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയത്. KKRൻ്റെ സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ സുനിൽ നരേൻ്റെ ഒരു ബ്രില്യൻറ്റ് പ്രകടനമുണ്ടായിരുന്നു. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങിയ നരേനായിരുന്നു ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച്. ബാറ്റിങ്ങിൽ ഓപ്പണറായി ഇന്നലെ കളിക്കാനെത്തിയ നരേൻ 39 പന്തിൽ 85 റൺസായിരുന്നു നേടിയത്. ഒപ്പം ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഫിൽ സോൾട്ടിനൊപ്പം 60 റൺസിൻ്റെ മികച്ച പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനും നരേനെ കൊണ്ട് സാധിച്ചു. ഒപ്പം യുവതാരം അങ്കരീഷ് രഘുവൻഷി 27 പന്തിൽ 54, ആന്ധ്ര റസൽ 19 പന്തിൽ 41, ഒപ്പം അവസാന പന്തുകളിൽ ആഞ്ഞടിച്ച റിങ്കു സിംഗ് 8 പന്തിൽ 26. ഇനി ഡൽഹിക്ക് വേണ്ടി ആൻഡ്രസ് നോർക്ക 4 ഓവർ 59 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇഷാന്ത് ശർമ്മ 2, മിച്ചൽ മാർഷ് ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടി തുടർച്ചയായ 2ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഇന്നിങ്സ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. പരിക്ക് മാറി തിരിച്ചെത്തിയ ഋഷഭ് പന്ത് കഴിഞ്ഞ മത്സരത്തിലും CSKക്കെതിരായ പോരാട്ടത്തിലും ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ച ഒരു ഇന്നിങ്സ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ 25 പന്തിൽ നിന്നായിരുന്നു 55 റൺസ് ഋഷഭ് പന്ത് എടുത്തത്. ഒപ്പം ട്രിസ്റ്റൻ സ്റ്റബ്സ് 32 പന്തിൽ 54, ഡേവിഡ് വാർണർ 13 പന്തിൽ 18 നേടിയിട്ടുണ്ട്. KKRന് വേണ്ടി വൈഭവ് അറോറ 4 ഓവറിൽ 27 റൺസ് തുടങ്ങി 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വരുൺ ചക്രവർത്തി 3, ഒപ്പം മിച്ചൽ സ്റ്റാർക്ക്. നമ്മൾ കഴിഞ്ഞ 2 KKR പോരാട്ടങ്ങളും ഏറെ വിമർശിച്ച ഒരു താരമായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. ഇന്നലെ ഒരു ബ്രില്യൻറ്റ് പ്രകടനത്തോടു കൂടി അദ്ദേഹം തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഡൽഹിക്കെതിരെ 3 ഓവർ എറിഞ്ഞ സ്റ്റാർക്ക് 25 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. സോ IPLിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവ് ഫോമോടുകൂടി അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് മിച്ചൽ സ്റ്റാർക്കും. സോ ഒരു ഓൾ ടീം പ്രകടനത്തോടു കൂടി DCയെ 106 റൺസിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചുകൊണ്ട് KKR പോയിൻ്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു, മികച്ച റൺമാർ തന്നെയായിരുന്നു ഇന്നലെ വിശാഖപട്ടണം നമ്മൾ കണ്ടത്. എസ്പെഷ്യലി സുനിൽ നരേൻ്റെ ആ ഒരു ഇന്നിങ്സ്. ഗൗതം ഗംഭീർ മെൻ്റർ റോളിൽ എത്തിയതിനു ശേഷം സുനിൽ നരേൻ ഈ സീസണിൽ ഓപ്പണറായി ഇറങ്ങി കഴിഞ്ഞ 3 മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു KKRന് വേണ്ടി കാഴ്ചവെച്ചത്. സോ സീസണിലെ തുടർച്ചയായ അപരാജിത കുതിപ്പ് തുടർന്ന കൊൽക്കത്ത അങ്ങനെ പോയിൻ്റ് ടേബിളിൻ്റെ തലപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.